പരിശുദ്ധാത്മാവേ എന്നിൽ വന്നു നിറയണമേ. പരിശുദ്ധാത്മാവേ കൃപ ചൊരിയണമേ. പരിശുദ്ധാത്മാവേ ശക്തി പകരണമേ. പരിശുദ്ധാത്മാവേ കൃപ ചൊരിയണമേ. പരിശുദ്ധാത്മാവേ ശക്തി പകരണമേ. സങ്കീർത്തകന്റെ പുസ്തകം 34-ാം അധ്യായം 8-ാം തിരുവചനം. കർത്താവ് എത്ര നല്ലവനെന്ന് രുചിച്ചറിയുവിൻ. കർത്താവേ, ഈ കരുണയുടെ തിരുമണിക്കൂറിൽ അങ്ങേ രുചിച്ചറിയുവാനുള്ള ഒരു കൃപ ഞങ്ങൾക്ക് ലഭിക്കണമേ എന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിച്ച് നമുക്ക് ദൈവത്തെ ആരാധിച്ച് സ്തുതിച്ച് മഹത്വപ്പെടുത്താം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ ആരാധന, 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 ആരാധന. ഈശോയെ ആരാധന, 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 ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. സ്വർഗീയ വൃന്ദങ്ങളോട് ചേർന്ന് നമുക്ക് ഈശോയെ ആരാധിച്ച് സ്തുതിച്ച് മഹത്വപ്പെടുത്താം. ജീവിക്കുന്നവനായി നമ്മുടെ മുമ്പിൽ തിരുവോസ്തിയിൽ എഴുന്നള്ളിയിരിക്കുന്ന സർവശക്തനായ ദൈവത്തെ നമുക്ക് ആരാധിച്ച് സ്തുതിച്ച് മഹത്വപ്പെടുത്താം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ ആരാധന, 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 ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈശോയെ ആരാധന, 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 ആരാധന. കർത്താവേ, ഈ തിരുമണിക്കൂറിൽ അങ്ങ് ഞങ്ങളോട് സംസാരിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഈശോയെ ആരാധന, ആരാധന. കർത്താവേ, അങ്ങയുടെ സ്വരം ശ്രവിക്കുവാൻ ഞങ്ങളുടെ ആന്തരിക ചെവികളെ അങ്ങ് തുറക്കണമേ. അങ്ങേ തിരുവോസ്തിയിൽ അങ്ങ് കാണുവാൻ ഞങ്ങളുടെ ആന്തരിക നേത്രങ്ങളെ അങ്ങ് തുറക്കണമേ. ഈശോയെ, പ്രാർത്ഥനയോടെ നമുക്ക് ഈ കരുണയുടെ തിരുമണിക്കൂറിൽ ഈ ദിവ്യകാരുണ്യ സന്നിധിയിൽ ഈശോയ്ക്ക് മുമ്പിലായിരിക്കാം. കർത്താവേ, എല്ലാ ദിവസവും അങ്ങേ തിരുവോസ്തിയിൽ കാണുവാൻ അങ്ങ് ഞങ്ങൾക്കിടയാക്കുന്നു. കർത്താവേ, അങ്ങയുമായിട്ട് ഞങ്ങൾക്കൊരു വ്യക്തിബന്ധമുണ്ടാകുവാൻ അങ്ങ് ഞങ്ങളെ സഹായിക്കണമേ. മറ്റാരും പറഞ്ഞതോ മറ്റുള്ളവരിൽ നിന്ന് കേട്ടതോ ആയ കാര്യങ്ങളല്ല. ഈശോയെ, എല്ലാ ദിവസവും പരിശുദ്ധ കുർബാനയായി നീ ഞങ്ങളിലേക്ക് എഴുന്നള്ളി വരുമ്പം നീയുമായിട്ട് ഒരു വ്യക്തിബന്ധമുണ്ടാകുവാൻ ഞങ്ങളെ നീ സഹായിക്കണമേ, അനുഗ്രഹിക്കണമേ എന്ന് വളരെ പ്രത്യേകമായി ഈ കരുണയുടെ തിരുമണിക്കൂറിൽ നമുക്ക് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കാം. യോഹന്നാൻ്റെ ലേഖനം 1-ാം ലേഖനത്തിൽ 1-ാം വാക്യം തന്നെ ഇപ്രകാരമാണ് പറയുന്നത്: ആദ്യം മുതൽ ഉണ്ടായിരുന്നതും ഞങ്ങൾ കേട്ടതും സ്വന്തം കണ്ണുകൊണ്ട് കണ്ടതും സൂക്ഷിച്ച് വീക്ഷിച്ചതും സ്വന്തം കൈകൊണ്ട് സ്പർശിച്ചതുമായ വചനത്തെപ്പറ്റി ഞാൻ നിങ്ങളെ അറിയിക്കുന്നു. തീർത്തും വ്യക്തിപരമായ ഒരു ബന്ധം ജീവിക്കുന്ന ദൈവമായ ഈശോയുമായിട്ട് യോഹന്നാൻ്റെ ബന്ധത്തെക്കുറിച്ച് യോഹന്നാൻ ഇപ്രകാരമാണ് പറയുന്നത്: സ്വന്തം കണ്ണുകൊണ്ട് കണ്ടതും കൈകൊണ്ട് സ്പർശിച്ചതുമായ ദൈവത്തെക്കുറിച്ച്, വചനത്തെക്കുറിച്ച് ഞാൻ നിങ്ങളെ അറിയിക്കുന്നു. നമുക്ക് നിരന്തരമായി സ്ഥിരമായി ഈ ഒരു ആരാധനയിൽ പങ്കെടുക്കുവാൻ കർത്താവ് നമുക്ക് കൃപയൊരുക്കി തന്നിട്ടുണ്ട്. നമ്മൾ എത്രത്തോളം ദൈവവുമായിട്ടും വചനവുമായിട്ടും പരിശുദ്ധ കുർബാനയുമായിട്ടുമുള്ള ബന്ധത്തിലൊക്കെ നമ്മൾ വളർന്നു കഴിഞ്ഞുവെന്ന് നമ്മളൊന്ന് ചിന്തിക്കണം. ആ ഒരു വളർച്ച നമ്മൾ ആഗ്രഹിക്കണം. കാരണം നമ്മൾ പിറവി തിരുനാളിനോട് ഏറ്റവും അടുത്ത ദിവസങ്ങളിലൂടെയാണ് കടന്നു പോകുന്നത്. ഒരു രക്ഷകൻ നമുക്കായി ജനിച്ചിരിക്കും. ആ ഒരു ബോധ്യം നമ്മുടെ ഹൃദയങ്ങളിൽ ഏറ്റെടുക്കണം. കാരണം ഇപ്പം നമുക്കറിയാം, പലവിധ കാര്യങ്ങൾ നമ്മൾ ആകുലരായിരിക്കാം, അസ്വസ്ഥത ഉണ്ടായിരിക്കാം, ഭയപ്പെട്ട് കഴിയുന്ന അവസ്ഥ ഉണ്ടായിരിക്കാം. നമുക്കറിയാം, ലൂക്കായുടെ സുവിശേഷത്തിൽ ഇന്നത്തെ സുവിശേഷം തന്നെ പറയുന്നത് ഈശോയുടെ ജനനത്തെക്കുറിച്ച്. നമുക്കറിയാം, ആദ്യമായിട്ട് ഈശോയുടെ ജനനത്തെക്കുറിച്ച് സന്ദേശം ലഭിച്ചത് ആട്ടിടയന്മാർക്ക്. അവിടെ ആദ്യം തന്നെ പറയുന്നത് ഇങ്ങനെയാണ്: ഭയപ്പെടേണ്ടെന്നാണ് മാലാഖ ആട്ടിടയന്മാർക്ക് കൊടുത്ത ആദ്യത്തെ സന്ദേശം. ഭയപ്പെടേണ്ട. നമുക്കറിയാം, ഏകദേശം 365 തവണ ഈ ഒരു കാര്യം ബൈബിളിൽ പറയുന്നുണ്ട്: ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. ആ ഒരു ബോധ്യം നമ്മളിൽ വളരുവാൻ വേണ്ടി നമ്മൾ ആഗ്രഹിക്കണം. തുടർന്ന് പറയുന്നത് ഇങ്ങനെയാണ്: സകല ജനതകൾക്കും വേണ്ടിയുള്ള വലിയ സന്തോഷത്തിൻ്റെ സദ്വാർത്ത ഞാൻ നിങ്ങളെ അറിയിക്കും. എല്ലാ ജനതകൾക്കും വേണ്ടിയുള്ള വലിയ ഒരു സന്തോഷത്തിൻ്റെ സദ്വാർത്തയാണ് ഈശോയുടെ ജനനത്തെക്കുറിച്ച് പറയുന്നത്. നമുക്കൊക്കെ എത്രമാത്രം നമ്മൾ ക്രിസ്മസിനായിട്ട് ഒരുങ്ങുന്നു,
മറ്റു പല മേഖലകളിലും നമ്മൾ ഒരുക്കങ്ങളൊക്കെ നടക്കുന്നുണ്ടെങ്കിലും നമ്മുടെ ആത്മാവിൽ നമ്മൾ എത്രത്തോളം സന്തോഷത്തോടെയാണ് ഈശോയെ സ്വീകരിക്കുവാൻ ഒരുങ്ങുന്നത് എന്ന് നമ്മൾ ചിന്തിക്കണം. എത്രത്തോളം സന്തോഷം നമ്മുടെ ജീവിതത്തിലുണ്ട്, എത്രത്തോളം ആ ഒരു ആനന്ദം നമ്മുടെ ജീവിതത്തിൽ നിറയുന്നുണ്ട്. കാരണം എനിക്കായൊരു രക്ഷകൻ ജനിച്ചിരിക്കുന്നു. 2000 വർഷങ്ങൾക്ക് മുമ്പ് ജനിച്ച അതേ അനുഭവത്തിൻ്റെ ഓർമ്മ നമ്മൾ ആചരിക്കുന്ന ദിവസങ്ങൾ ഏറ്റവും അടുത്തെത്തിയിരിക്കുകയാണ്. ഇപ്പോൾ ഒരു ആനന്ദത്തോടു കൂടിയാണ് നമ്മൾ ജീവിക്കുന്നത്. ഇത്രയും നാളുകളായിട്ട് നമ്മൾ ക്രൈസ്തവ ജീവിതം ജീവിക്കുന്നു. ഈശോയുടെ ജനനത്തിനും ഈശോയുടെ ജീവിതത്തിനും ഈശോയ്ക്കും സാക്ഷികളായിട്ട് നമ്മൾ ജീവിക്കുമ്പം ഈ ഒരു ആനന്ദം നമ്മളിലുണ്ടോ എന്ന് നമ്മൾ ആത്മാർത്ഥമായിട്ട് ഒന്ന് ചിന്തിക്കേണ്ട ഒരു മേഖലയാണ്. കാരണം രക്ഷകൻ എന്ന് പറയുമ്പം നമ്മുടെ ആത്മരക്ഷ മാത്രമല്ല ഉദ്ദേശിക്കുന്നത്, നമ്മുടെ സമ്പൂർണമായ ഒരു രക്ഷയാണ്. ഏത് മേഖലയുമായിക്കോട്ടെ, നിങ്ങൾ ഏത് അവസ്ഥയിൽ കഴിയുന്ന ഒരു വ്യക്തിയായിക്കോട്ടെ, നിങ്ങളുടെ സാർവത്രികമായ ഒരു രക്ഷയാണ് ഈ സുവിശേഷം നിങ്ങളോട് പറയുന്നത്. ഏത് മേഖലയിലൂടെ കടന്നു പോകുമ്പോഴും നിനക്കൊരു രക്ഷയുണ്ടെന്ന് സുവിശേഷം നമുക്ക് ഉറപ്പ് നൽകുകയാണ്. അതുകൊണ്ടാണ് ഹെബ്രായർക്ക് എഴുതിയ ലേഖനം 13-ാം അധ്യായം 5-ാം തിരുവചനം, ഇവിടെ വചനം വളരെ വ്യക്തമായി പറയുന്നുണ്ട്, ഞാൻ നിന്നെ ഒരു വിധത്തിലും ഉപേക്ഷിക്കുകയോ അവഗണിക്കുകയോ ഇല്ല. ഹെബ്രായർക്ക് എഴുതിയ ലേഖനം 13-ാം അധ്യായം 5-ാം തിരുവചനമാണ് പ്രകാരം പറയുന്നത്, ഞാൻ നിന്നെ ഒരു വിധത്തിലും അവഗണിക്കുകയോ ഉപേക്ഷിക്കുകയോ ഇല്ല. നമുക്കറിയാം, ഈ ലൂക്കായുടെ സുവിശേഷം 1-ാം അധ്യായം 26 തൊട്ട് 38 വരെയുള്ള തിരുവചനമാണ് നമ്മൾ ഈ ഇന്നത്തെ സുവിശേഷം നമ്മൾ ധ്യാനിക്കുന്നത്. അവിടെ പരിശുദ്ധ അമ്മയുടെ അടുത്ത് ഗബ്രിയേൽ മാലാഖ വന്നിട്ട് പറയുന്നു, നീ ഗർഭം ധരിച്ച് ഒരു പുത്രനെ പ്രസവിക്കും. നമുക്കൊക്കെ വളരെ പരിചിതമുള്ള ഒരു സുവിശേഷ വചന ഭാഗം. ഇതേ അവസ്ഥയിലൂടെ കടന്നുപോയ മറ്റൊരു വ്യക്തിയെയും കൂടെ നമ്മൾ ചേർത്ത് ചിന്തിക്കുന്നത് നല്ലതായിരിക്കും. നമ്മൾ മറ്റാരുമല്ല, സ്നാപക യോഹന്നാൻ്റെ പിതാവായ പുരോഹിതനായ സക്കറിയ. രണ്ടുപേരും ഒരേ അനുഭവത്തിലൂടെ കടന്നുപോയി. ഒരാളോട് യേശുവിൻ്റെ ജനനത്തെക്കുറിച്ച് പറഞ്ഞു, ഒരാളോട് സ്നാപക യോഹന്നാൻ്റെ ജനനത്തെക്കുറിച്ച് പറഞ്ഞു. അമ്മ ഈ കാര്യം കേട്ടപ്പം അമ്മയൊരൊറ്റ പോസിബിലിറ്റി, ഇതെങ്ങനെയാണ് സംഭവിക്കുന്നത്, കാരണം ഞാൻ പുരുഷനെ അറിയാത്ത ഒരു വ്യക്തിയാണ്, മുന്നോട്ട് ജീവിതത്തിൽ അങ്ങനെ ഒരു കാര്യം സംഭവിക്കുകയില്ല, അപ്പം ഇതെങ്ങനെ സാധിക്കുമെന്ന് അമ്മ ഈ ദൂതനോട് ചോദിക്കുകയാണ്. അപ്പോൾ ദൂതൻ പറയുന്ന മറുപടി നമുക്കെല്ലാവർക്കും വളരെ പരിചിതമായ വലിയ അഭിഷേകം നൽകുന്ന ഒരു വചനമാണ്, പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും, അത്യുന്നതൻ്റെ ശക്തി നിന്റെ മേൽ ആവസിക്കും. ഏതൊരു അസാധ്യതയെയും സാധ്യമാക്കുന്ന പരിശുദ്ധാത്മ ശക്തി നിന്റെ മേൽ വരും, അത്യുന്നതൻ്റെ ശക്തി നിന്റെ മേൽ ആവസിക്കുമെന്നാണ് ദൂതൻ മറിയത്തോട് പറയുന്നത്. പക്ഷേ മറുവശത്ത് നമ്മൾ കാണുവാൻ സാധിക്കുന്നത് സ്നാപക യോഹന്നാന്റെ പിതാവായ സക്കറിയാസിനെ കുറിച്ച്. അദ്ദേഹത്തോടും ഇതേ കാര്യം തന്നെ പറഞ്ഞു, നിന്റെ ഭാര്യ ഗർഭിണിയാകുമെന്ന് പറഞ്ഞു. ഉടനെ സക്കറിയാസ്, ഇദ്ദേഹം നമ്മൾ ചിന്തിക്കേണ്ട മറ്റൊരു കാര്യം, ഇദ്ദേഹം ദേവാലയത്തിൽ പ്രവേശിച്ച് ധൂപമർപ്പിക്കുന്ന ഒരു പുരോഹിതൻ്റെ അടുത്ത് ഗബ്രിയേൽ മാലാഖ പ്രത്യക്ഷപ്പെട്ട് പറഞ്ഞപ്പോൾ ഇദ്ദേഹം പറയുന്ന കാര്യം, ഇത് ഞാൻ എങ്ങനെ അറിയും, എൻ്റെ ഭാര്യ വന്ധ്യയാണല്ലോ എന്നാണ്. നമ്മൾ ഓർക്കണം, ഇതാരാണ് പറയുന്നത്? പുരോഹിതനായ സക്കറിയ. അദ്ദേഹത്തിന് സാമാന്യ ഒരു ചിന്ത ചിന്തിച്ചാൽ മതിയാകും. കാരണം സാറ ഗർഭിണിയായതും വൃദ്ധയായ സമയത്ത് തന്നെയാണ്. ഈ ഒരു കാര്യം ബോധ്യമുള്ള ഒരാൾ തന്നെയായിരിക്കണം പുരോഹിതൻ. അദ്ദേഹം അത് ചിന്തിച്ചില്ല. അദ്ദേഹം ചോദിച്ചു, ഞങ്ങൾ രണ്ടുപേരും പ്രായം കവിഞ്ഞവരാണ്, ഞങ്ങൾക്കെങ്ങനെ മക്കളുണ്ടാവും? ഈശോ ഏറ്റവും കൂടുതൽ കർത്താവ് അതായത് കർത്താവ് മാറ്റി നിർത്താൻ, അതായത് കർത്താവ് ആഗ്രഹിക്കാത്ത ഒരു കാര്യമാണ് നമ്മളുടെ കുറവുകളെ അവതരിപ്പിക്കുക എന്നുള്ളത്. നമുക്ക് നമ്മുടെ അവസ്ഥ പറയാം. പരിശുദ്ധാമ്മ പറഞ്ഞു, ഞാൻ പുരുഷനെ അറിയുന്നില്ല. പക്ഷേ സക്കറിയാസ് പറയുകയാണ്, ഞങ്ങൾ പ്രായം കവിഞ്ഞവരാണ്. ഇതിനെ കുറച്ചുകൂടെ നിങ്ങൾക്ക് വ്യക്തമായി മനസ്സിലാവണമെന്നുണ്ടെങ്കിൽ കർത്താവ് വിളിച്ച രണ്ടുപേരെ നിങ്ങൾ ഒന്ന് ചിന്തിച്ചാൽ മനസ്സിലാകും. ഒന്ന് മോശയ്ക്ക് ദൈവവിളി ഉണ്ടായ സമയത്ത് ഞാൻ വിക്കനാണ്, എനിക്ക് സംസാരിക്കാൻ കഴിവില്ല, മറ്റു പല മുടന്തൻ ന്യായങ്ങളും മോശ പറഞ്ഞപ്പോൾ
നീ അതൊന്നും കാര്യമാക്കണ്ടെന്ന് പറഞ്ഞ് മോശയെ ശക്തനാക്കിയ ദൈവം. ഇത് കുറച്ചും കൂടെ വ്യക്തമാണ് ജെറമ്യായുടെ കാര്യത്തിൽ. ജെറമ്യായ്ക്ക് ദൈവം കിട്ടിയ സമയത്ത് ജെറമ്യ പറഞ്ഞു, ഞാൻ വെറും ബാലനാണ്, എനിക്ക് സംസാരിക്കാൻ കഴിവില്ല, അതിനുള്ള പാഠവും എനിക്കില്ല. ഇപ്പം കർത്താവ് പറയുന്നുണ്ട്, നീ ഒരു ബാലനാണെന്ന് ഇനി നീ പറയരുത്. കാരണം നമ്മുടെ കുറവുകളോ ബലഹീനതയോ അല്ല, ദൈവത്തിൻ്റെ ശക്തിയാണ് നമ്മളിൽ പ്രവർത്തിക്കേണ്ടത്. അതുകൊണ്ടാണ് പൗലോസിന് യാതൊരു സംശയവുമില്ല 1 കൊരിന്ത്യർ 15-10 പറയുമ്പോൾ, ഞാൻ എന്തായിരിക്കുന്നുവോ അത് ദൈവകൃപയാലാണ്. ഇത്രമാത്രം ബോധ്യം കിട്ടിയ ഒരു മനുഷ്യനാണ് പൗലോസ്ലീഹ. ഇവിടെ സഖറിയാസ് പറഞ്ഞു, ഞങ്ങൾ പ്രായം കവിഞ്ഞവരാണ്, ഇത് സാധിക്കില്ല. പക്ഷെ അമ്മ ചോദിച്ചു, ഇതെങ്ങനെ സാധിക്കും? അപ്പം ദൂതൻ പറയുന്നു, പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും, അത്യുന്നതിൻ്റെ ശക്തി നിന്റെ മേൽ ആവസിക്കും. കർത്താവ് ആഗ്രഹിക്കുന്നതും അതുതന്നെയാണ്, ഒരു പരിപൂർണമായൊരു സമർപ്പണം. അതാണ് ക്രൈസ്തവ ജീവിതത്തിൻ്റെ ഏറ്റവും അടിസ്ഥാനമായ ഒരു കാര്യം. അതുകൊണ്ടാണ് വിശുദ്ധ ഫൗസ്റ്റീന തൻ്റെ കരുണയുടെ ചിത്രം ആലേഖനം ചെയ്യുന്ന സമയത്ത്, ആ പിക്ചർ വരയ്ക്കുന്ന സമയത്ത് അതിൻ്റെ താഴെ എഴുതി വെച്ചിട്ടുണ്ട്, ജീസസ് ഐ ട്രസ്റ്റ് ഇൻ യു. ഈശോയെ, പരിപൂർണമായിട്ടും ഞാൻ നിന്നിൽ ശരണപ്പെടുന്നു. ഇതൊരു ആശ്രയം മാത്രമല്ല, ഒരു സമ്പൂർണ്ണ സമർപ്പണത്തെയാണ് ഈ വാക്ക് സൂചിപ്പിക്കുന്നത്, അല്ലെങ്കിൽ ഈ എഴുതി വച്ചിരിക്കുന്നത് സൂചിപ്പിക്കുന്നത്. ഈശോയെ, ഞാൻ അങ്ങയിൽ ശരണപ്പെടുന്നു എന്ന് പറഞ്ഞാൽ വേറൊരു ഓപ്ഷൻ നമുക്കില്ല. ആ ഒരു തിരിച്ചറിവാണ് ഈ ക്രിസ്തുമസ് നമ്മളിലേക്ക് കൊണ്ടുവരേണ്ടത്. നമുക്കൊരു രക്ഷകൻ, ഒരേ ഒരു രക്ഷകനെ ഉള്ളു എന്നൊരു തിരിച്ചറിവ്. നമുക്കൊരു രക്ഷകൻ ജനിച്ചു എന്നല്ല, ഒരേ ഒരു രക്ഷകനെ നമുക്ക് ജനിച്ചിട്ടുള്ളൂ എന്നൊരു തിരിച്ചറിവും കൂടെ ഈ ക്രിസ്തുമസിലൂടെ നമുക്കുണ്ടാവാൻ നമുക്ക് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കണം. കാരണം സമർപ്പണം സമ്പൂർണ്ണമാവണം. സമർപ്പണം സമ്പൂർണ്ണമായില്ലെങ്കിൽ എന്ത് സംഭവിക്കുമെന്ന് അപ്പോസ്തല പ്രവർത്തനം 5-ാം അധ്യായത്തിൽ സംഭവിക്കുന്ന ഒരു ഉദാഹരണം നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. അവിടെ ആദിമ ക്രൈസ്തവ സമൂഹം രൂപപ്പെടുന്ന സമയം ശിഷ്യന്മാരും അപ്പോസ്തലന്മാരെല്ലാം തങ്ങൾക്കുള്ളതെല്ലാം വിറ്റ് ഒരു മനസ്സും ഒരാത്മാവുമായി എല്ലാം പൊതുസ്വത്തായി കാണുന്ന ഒരു സമയത്ത് 2 വ്യക്തികളെ വചനം അവിടെ പരിചയപ്പെടുത്തുന്നുണ്ട്. അത് മറ്റാരുമല്ല, അനനിയാസും സഫീറായും. ഇവർ ചെയ്തൊരു കാര്യം, ഇവർ സമ്പൂർണമായൊരു സമർപ്പണത്തിന് പകരം ഇവരുടെ പറമ്പ് വിറ്റ് കിട്ടിയ ആ തുക കുറച്ചെടുത്ത് മാറ്റിവെച്ചിട്ട് ബാക്കി അപ്പോസ്തലന്മാർക്ക് കൊടുത്തു. പത്രോസ് ചോദിക്കുന്നുണ്ട്, ഇങ്ങനെ ചെയ്യുവാൻ നിന്നെ സാത്താൻ എങ്ങനെയാണ് പ്രേരിപ്പിച്ചത്? നമ്മുടെ സമർപ്പണം സമ്പൂർണ്ണമാവുന്നില്ലെങ്കിൽ എവിടെയൊക്കെയോ എന്തൊക്കെയോ ചില കുറവുകളുണ്ടെന്ന് നമ്മൾ തിരിച്ചറിയണം. അതിൻ്റെ ബാക്കി കാണുന്നത് അനനിയാസും സഫീറായും തുടർന്ന് വരുന്ന വചനഭാഗം വായിക്കുമ്പോൾ മനസ്സിലാവും, അവർ മരിച്ചു വീഴുന്നു എന്നാണ് അവിടെ വചനം എഴുതി വച്ചിരിക്കുന്നത്. സമ്പൂർണ്ണ സമർപ്പണത്തെക്കുറിച്ച് നമുക്ക് മനസ്സിലാവണമെങ്കിൽ കുറച്ചുകൂടെ വ്യക്തമായിട്ട് പറയുന്നൊരു വചനഭാഗമാണ് കാനായിലെ കല്യാണ വിരുന്ന്. അവിടെ കൽഭരണികളിൽ വെള്ളം നിറയ്ക്കാൻ ഈശോ ആവശ്യപ്പെടുന്നു. എന്ത് സംഭവിക്കും, എന്തായിരിക്കും മുന്നോട്ട് സംഭവിക്കുമെന്ന് യാതൊരു ഐഡിയയും ഇല്ലാത്തൊരു ഒരു സമയത്ത് ഈ പരിചാരകർ ചെയ്യുന്നത് അതിൻ്റെ വക്കോളം വെള്ളം നിറച്ചുവെന്നാണ്. പൂർണ്ണമായും എന്തോ സംഭവിക്കാൻ പോകുന്നു എന്ന് അവർക്കറിയാം. പറഞ്ഞത് ഈശോയായതുകൊണ്ട് അവർ വക്കോളം വെള്ളം നിറച്ചു, പൂർണ്ണമായും ശരണപ്പെട്ടു. അതുകൊണ്ടാണ് ആ ഒരു അത്ഭുതം കാണാൻ അവർക്ക് സാധിച്ചത്. അതുപോലെ നമുക്കറിയാം 5 അപ്പത്തിൻ്റെയും 2 മീനിൻ്റെയും കാര്യം. തങ്ങൾക്കുള്ളത് എന്താണോ അവർ പരിപൂർണമായിട്ടും ദൈവത്തിന് സമർപ്പിച്ചപ്പോൾ അവർക്ക് വിശ്വസിക്കാനാവാത്ത ഒരത്ഭുതം അവരുടെ ജീവിതത്തിൽ സംഭവിക്കുന്നതായിട്ട് നമുക്ക് കാണാം. അപ്പം ആ ഒരു സമർപ്പണത്തിനായിട്ട് നമുക്ക് ഒരുങ്ങാം. ഈ ക്രിസ്തുമസ് നമ്മൾ ഈശോയെ നമ്മുടെ ഹൃദയത്തിൽ ജനിക്കാൻ അനുവദിക്കുന്നു ഒക്കെ നമ്മൾ പറയുന്നുണ്ടെങ്കിലും പൂർണ്ണമായൊരു സമർപ്പണം, അതാണ് പരിശുദ്ധ അമ്മ നമ്മളെ കാണിച്ചു തരുന്നത്. ക്രിസ്തുവിൻ്റെ ജനനത്തിലൂടെ ആ ഒരു അറിയിപ്പ് ലഭിച്ച അമ്മ പറയുന്നത്, ലൂക്കായുടെ സുവിശേഷം 1-ാം അധ്യായം 38-ാം തിരുവചനം, ഇതാ കർത്താവിൻ്റെ ദാസി, നിന്റെ വചനം പോലെ എന്നിലാവട്ടെ. ഇതാ കർത്താവേ, നിന്റെ ദാസി, നിന്റെ ഹിതം, നിന്റെ വാക്ക് എന്നിൽ നിറവേറട്ടെ. ആ ഒരു ബോധ്യം, ആ ഒരു കൃപ ലഭിക്കുവാൻ വേണ്ടി കരുണയുടെ മണിക്കൂർ നമുക്ക് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിച്ച് പ്രാർത്ഥിച്ച് ദിവ്യകാരുണ്യ ആശീർവാദം സ്വീകരിക്കുമ്പോൾ നമ്മുടെ ആത്മാവിൽ, നമ്മുടെ ഹൃദയത്തിൽ
ഈ ഒരു വാക്യം ഉറപ്പിക്കാം. ഈശോയെ, ഞാൻ അങ്ങയിൽ ശരണപ്പെടുന്നു. ആ ഒരു ബോധ്യം നമ്മളിൽ നിറയാൻ വേണ്ടി ആത്മാർത്ഥമായിട്ട് ആഗ്രഹിച്ച് നമുക്ക് ഈ ആശീർവാദം സ്വീകരിക്കാം. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ,